day 3 of being self-motivated. So ഇതെൻ്റെ തേർഡ് ഡേ ആണ് of making myself stay motivated by doing something productive. Means എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ making my brain process and doing something and accomplishing it and making my brain to release some good hormones. So ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വാസ് ലൈക്ക് ഒരു ഉച്ച സമയം ലൈക്ക് ലഞ്ച് ടൈമിലായിരുന്നു ഞാൻ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നത്. ബട്ട് ലൈക്ക് ഇന്ന് ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ ഡൂ ദാറ്റ് ലൈക്ക് ഇൻ ദ മോർണിംഗ് ഇറ്റ് സെൽഫ്, ബിക്കോസ് രാവിലെ ചെയ്യുമ്പോഴത്തേനും ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം കിട്ടുമ്പം രാവിലെ തന്നെ ബ്രെയിൻ വിൽ റിലീസ് സം ഗുഡ് ഹോർമോൺസ്, റൈറ്റ്? യാ. സോ ഞാൻ പറഞ്ഞു വന്ന പോയിൻറ്റ് ആക്ച്വലി കൺസിസ്റ്റൻസി ഇസ് ദ കീ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ആൻഡ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ യു നീഡ് പേഷ്യൻസ്. പേഷ്യൻസ് ഉണ്ടെങ്കിലേ എല്ലാം നടക്കത്തുള്ളൂ. ബിക്കോസ് നമുക്ക് ഒരു രാത്രിയോ ഒരു പകലോ കൊണ്ട് ഒന്നുമല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുക. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ക്ഷമയോട് കാത്തിരിക്കണം. ചിലപ്പോൾ അത് ഒരാഴ്ച, 2 ആഴ്ച, മാസം, വർഷം, 1 വർഷം, 2 വർഷം, നോ, യു വിൽ ഹാവ് ടു ബി പേഷ്യൻറ്റ് ഗൈസ്. നിങ്ങളായിരിക്കും എനിക്കിത് വാഗോണ്ട് ചുമ്മാ പറയുന്നതല്ല, പേഷ്യൻസ് കാണിക്കും. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ ചില തിങ്സ് വിഷ്വലൈസ് ചെയ്ത് ക്ഷമയോടെ ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ടു റിവീൽ മൈ ഏജ്. ഇപ്പം എൻ്റെ 32ാമത്തെ വയസ്സിലാണ് എനിക്കത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. സോ നെവർ ഗിവ് അപ്പ്, അത്രയുള്ള പോയിൻറ്റ്. ഓക്കെ, ബി പേഷ്യൻറ്റ്, അച്ചീവ് വാട്ട് എവർ യു വാണ്ട്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ട്രസ്റ്റ് ദ പ്രോസസ്. പീസ് ഔട്ട്.